പാസ്റ്ററോട് പറയണം, എനിക്കും കേൾക്കത്തില്ല, ഈ ചെവി കണ്ടീഷനാകണമെന്ന്. ഞാൻ ഈ കൈ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ചെവിക്കകത്തൊരു ശബ്ദം കേട്ടായിരുന്നു. അതെ ചെറുത് തുറന്നതാ. ചെവിക്കകത്ത് ടക്കെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന് ശേഷം ആ കേൾവിക്കുറവ് ഉണ്ടായിരുന്ന ചെവി പൂർണ്ണമായിട്ടും കേൾക്കാം. അത്ഭുതങ്ങൾക്ക് ഇത്ര നേരം മതി. ഇടത് മൂക്കിൽ കൂടെ ശ്വാസം പോകത്തില്ല. മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ മൂക്കിലൊരു പാട ഇങ്ങനെ ഇളകി പോകും പോലെ ഫീൽ ചെയ്തു. വലത് മൂക്കിനേക്കാളും അടിപൊളിയായിട്ട് ഇടത് മൂക്കിൽ കൂടെ ശ്വാസം പോകുന്നുണ്ട്. അതാണ് കർത്താവ് ചെയ്താൽ അങ്ങനെയായിരിക്കും. നമ്മളോട് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പറയാനായിട്ട് നമ്മളുടെ കൂടെയുള്ളത് സ്നേഹ എന്ന പേരുള്ള ഈ മോളും തൻ്റെ പിതാവ് ഡാനിയൽ ഒരു കോവളത്ത് നിന്നാണ് വരുന്നത്. അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞാട്ട് കൊണ്ട് ഫസ്റ്റ് എൻ്റെ കാലിന് അലർജി മാറിയ സാക്ഷിയാണ്. അലർജി മാറി കാലിൽ. 7 വർഷം കൊണ്ട് അലർജി ഉണ്ടായിരുന്നു. കോവിഡ് ടൈമിൽ ജീസസ് ടൈമിൽ കണ്ടു, വീഡിയോ കോൾ വിളിച്ച് പ്രാർത്ഥിച്ചു. പാസ്റ്ററും എല്ലാവരും വീഡിയോ കോൾ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ കാല് ഭയങ്കര ഒരു നടക്കാനൊന്നും പറ്റത്തില്ല, സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. ഇത് വരുമ്പോൾ 2-3 ആഴ്ചയോളം തന്നെ കിടപ്പിലാവും. ചൊറിച്ചിലായിരുന്നോ അതോ സോറിയാസിന്റെ പോലെ ചൊറിഞ്ഞു പൊട്ടി വിരലൊക്കെ ഇല്ലാണ്ടാവുന്ന ഒരു രീതി. ഈ സിസ്റ്റർ പറഞ്ഞത് സോറിയാസിസ് പോലെ ചൊറിഞ്ഞു പൊട്ടുന്ന അനുഭവമായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്കൂളിൽ പോകാനും അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നാളുകളായി 7 വർഷമായിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞല്ലേ? 7 വർഷമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ രോഗം പൂർണ്ണമായിട്ടും സൗഖ്യമായി. അലർജിയെ സൗഖ്യമാക്കാൻ ആർക്ക് പറ്റും? നമ്മുടെ യേശുവിന് പറ്റും. ഓക്കെ, കർത്താവ് വലിയ കാര്യമാണ് ചെയ്തത്. ഇനിയും സാക്ഷ്യങ്ങളുണ്ട്, പറഞ്ഞാട്ടെ. എക്സാമിൽ ഞാൻ +2 എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇവിടെ വിളിച്ച് പ്രാർത്ഥിച്ചു. +2ൻ്റെ പരീക്ഷ എഴുതുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. വിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നല്ല ടഫായിരുന്നു എക്സാം. പക്ഷേ ഞാനിവിടെ വിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് റിസൾട്ട് വന്നപ്പം നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. ഈ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് +2 കഴിഞ്ഞപ്പം 2 പരീക്ഷകൾക്ക് തോറ്റുപോയി. ഫിസിക്സിനും തോറ്റു, കെമിസ്ട്രിക്കും തോറ്റു. അത് കഴിഞ്ഞിട്ട് പോയി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് മാർക്ക് കൂട്ടി നോക്കുമ്പോൾ കെമിസ്ട്രിക്ക് പരമാവധി 16 മാർക്കേ കിട്ടത്തുള്ളൂ. 16 മാർക്കേ ശരിയായിട്ട് എഴുതിയ ആൻസറിന് കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷേ ജയിക്കണമെങ്കിൽ മിനിമം 18 മാർക്കെങ്കിലും വേണം. അപ്പം ഒരു കാര്യം തീരുമാനിച്ചു, താൻ ജയിക്കത്തില്ല. പക്ഷേ എന്ത് ചെയ്തും വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത്. ആ 16 മാർക്ക് കിട്ടും എന്ന് കണക്ക് കൂട്ടിയ സ്ഥാനത്ത് ദൈവം എനിക്ക് 23 മാർക്ക് കൊടുത്തു. അസാധാരണമായ സാധനങ്ങളെ. എനിക്കിത് ഒത്തിരി സാക്ഷ്യങ്ങൾ ഈ കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷാ സമയത്ത് പല കുഞ്ഞുങ്ങളും വിളിക്കും, എന്നിട്ട് പറയും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ചിലർ പറയും പരീക്ഷ ഭയങ്കര വിഷമമായിരുന്നു, ജയിക്കാൻ സാധ്യതയില്ല. ഞാൻ അവരോട് പറയാറുള്ളത് ഇങ്ങനെയാണ്: കർത്താവിനൊന്നും അസാധ്യമല്ല. നിങ്ങൾ തോക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ആ വിഷയത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് വിശ്വസിക്കാൻ പറയും. കുറച്ച് നാൾ കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ അവർ വിളിച്ച് പറയും, അന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു, ഏറ്റവും കൂടുതൽ മാർക്ക് ആ വിഷയത്തിലാണ് എന്ന് പറഞ്ഞതുപോലെ ഈ മോളുടെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്തു. തോറ്റുപോകും, ഇനി രക്ഷപ്പെടത്തില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് കൂടുതൽ മാർക്ക് നൽകി കർത്താവ് മോളുടെ വിശ്വാസത്തെ മാനിച്ചു. നമ്മളും വിശ്വാസത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ കർത്താവ് നമ്മളെയും മാനിക്കുക തന്നെ ചെയ്യും. പിന്നെയും സാക്ഷ്യങ്ങളുണ്ട്. പറഞ്ഞു, അടുത്ത സാക്ഷ്യം പറഞ്ഞു. അടുത്ത ശ്വാസത്തിൻ്റെ ഒരു ശ്വാസമുട്ടൽ വിഷമം. ശ്വാസത്തിന് ഒരു മൂക്കിൽ കൂടെ ശ്വാസം പോവില്ലായിരുന്നു, അങ്ങനെയാ പറഞ്ഞത്. ഇടത് മൂക്കിൽ കൂടെ ശ്വാസം പോകത്തില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോൾ പാസ്റ്റർ ദൂത് പറഞ്ഞു. അതിനുശേഷം അടുത്തൊരു ദൂത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അടുത്തൊരു കുട്ടിക്ക് പറഞ്ഞു, അവരുടെ ദേഹമൊക്കെ മരവിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ദൈവശക്തി വ്യാപരിച്ചതാണെന്ന് പാസ്റ്റർ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഒരു മരവിക്കുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ആ സമയത്ത് മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ മൂക്കിലൊരു പാട ഇങ്ങനെ ഇളകി പോകും പോലെ ഫീൽ ചെയ്തു. അത് അടുത്ത് നോക്കുമ്പോൾ നല്ല പോലെ തന്നെ ഇടത് മൂക്ക് വർക്കാവുന്നുണ്ട്. അല്ലെങ്കിൽ ശ്വാസം പോകാൻ വേണ്ടി വായ തുറന്നു വയ്ക്കണമായിരുന്നു. ഇപ്പം എത്ര സമയം അടച്ചു വെച്ചാലും കുഴപ്പമില്ല, നല്ലപോലെ തന്നെ ശ്വാസം പോകുന്നുണ്ട്. ഈ മോളെന്നോട് പറഞ്ഞത് തൻ്റെ ഇടത്ത് മൂക്കിക്കൂടെ ശ്വാസം പോകത്തേയില്ല, അത് വെറുതെ അവിടെ ഒരു ദ്വാരമായിട്ട് കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വലത്തേക്ക് മൂക്കിക്കൂടെ മാത്രമേ ശ്വാസം പോകത്തുള്ളൂ. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ മിറക്കിൾ സൺഡേയിൽ അല്ലേ, മിറക്കിൾ സൺഡേയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു.
ജോൺ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു പാട ഇളകി പോകുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതുവരെ പ്രവർത്തിക്കാതിരുന്ന ആ ഇടത്തെ മൂക്കിൽ കൂടെയും സാധാരണ പോലെ തന്നെ ശ്വസിക്കുവാനായിട്ട് സാധിച്ചു. ഇപ്പോഴും അങ്ങനെ തന്നെ, അതിനുശേഷം ഒരു പ്രശ്നമില്ല. ഇല്ല, വലത് മൂക്കിനേക്കാളും അടിപൊളിയായിട്ട് ഇടത് മൂക്കിൽ കൂടെ ശ്വാസം പോകുന്നുണ്ട്. അതാണ് കർത്താവ് ചെയ്താൽ അങ്ങനെയായിരിക്കും. ആ വലത്തെ മൂക്കും അടിപൊളിയായിട്ടിരിക്കട്ടെ, ഇടത്തെ മൂക്കും അടിപൊളിയായിട്ടിരിക്കട്ടെ. ഓക്കെ. പിന്നെ പപ്പയുടെ കാര്യത്തിൽ എന്തോ ഉണ്ടല്ലോ. ബ്രദറിന്റെ പേര് ഡാനിയൽ അല്ലേ? ഓക്കെ. കോവളത്തെന്ന് വരും. ചെവിയുടെ പ്രശ്നമാണ്. ഇടത് ചെവി കേൾവി കുറവായിരുന്നു. ഈ ബ്രദർ പറഞ്ഞത് ഇദ്ദേഹത്തിന് ഇടത്ത് ചെവിക്ക് കേൾവി കുറവുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നവർക്കറിയാം, ഒത്തിരി ആൾക്കാരുടെ കേൾവി പ്രശ്നത്തിന് വേണ്ടിയിട്ട് ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു. ഈ ബ്രദറിന് വേണ്ടിയിട്ടും ജോൺ ബ്രദർ ദൂത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ടക്ക് എന്നൊരു ശബ്ദം കേട്ടു എന്നാണ് അല്ലേ? ആ ചെവിക്കകത്ത് ടക്ക് എന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന് ശേഷം ആ കേൾവിക്കുറവുണ്ടായിരുന്ന ചെവി പൂർണ്ണമായിട്ടും കേൾക്കാം. മറ്റേ ചെവി പോലെ തന്നെ കേൾക്കാം. ഒരു പ്രശ്നമില്ല. അതിനുശേഷം ഇതുവരെ ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു മറ്റേ സാധാരണ പോലെ തന്നെ കേൾക്കാൻ പറ്റും. ഓക്കെ. ആ വെള്ള ഷർട്ടിയുടെ ബ്രദർ ഒന്ന് എഴുന്നേറ്റെ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാനസിക വിഭ്രാന്തി മാറിപ്പോകും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉറക്കമില്ലായ്മ മാറിപ്പോകും. യേശു നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തരുന്ന രാത്രിയായി, പകലായത്. ഇന്ന് ചെവിയുടെ ദിവസമാണെന്നാ തോന്നുന്നത്. കുറച്ച് ദിവസമായിട്ട് ചെവിയുടെ ദൂത് തന്നെ പുറകെ നടക്കുക. എവിടെ ചെന്നാലും ചെവി പ്രശ്നമുള്ള ആളുകളെ മുഴുവൻ കാണാം. അപ്പച്ചൻ്റെ ഇടത്തെ വശം, വേറെ ആരും നിങ്ങളെയാ, ഇടത്തെ വശം ഈ ചെവി. ഇങ്ങനെ എത്ര നേരം അവിടെ ചിന്തിച്ചോണ്ടിരുന്ന് പറയാമോ? ഞാൻ ആരുടെ ചെവിയുടെ കാര്യം പറഞ്ഞേ? ഇവിടെ ആരാ പറഞ്ഞു? ആ മോളുടെ കാര്യം അല്ലേ? ആ മോളുടെ കാര്യം പറഞ്ഞോണ്ടിരുന്ന ഈ ബ്രദർ ചിന്തിച്ചു, പാസ്റ്ററോട് പറയണം, എനിക്കും കേൾക്കത്തില്ല, ഈ ചെവി കണ്ടീഷൻ ആകണമെന്ന്. അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു? ആ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ആ കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കാം. ആമേൻ പറയാം. ബ്രദറങ്ങ് പുറത്തിറങ്ങാം, അവിടെ നിൽക്ക. ഏത് ചെവിക്കാ കുഴപ്പം? ഇടത്ത് ചെവിക്ക. ഞാൻ ഈ കൈ വെക്കാൻ പറഞ്ഞപ്പോൾ ചെവിക്കകത്തൊരു ശബ്ദം കേട്ടായിരുന്നു. തുറന്നതാ. അയ്യോ, നിങ്ങൾ എന്താ അനങ്ങാതിരിക്കുന്നേ? അത്ഭുതങ്ങൾക്ക് ഇത്ര നേരം മതി. കുറച്ചും കൂടെ ചുണയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പിന്നെ ഒരു സാക്ഷ്യം വല്യമ്മയ്ക്ക് ഉണ്ടായ സാക്ഷ്യമാണ്. വല്യമ്മയ്ക്ക് ക്യാൻസർ രോഗമാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ കീമോ ട്രിപ്പായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ട്രിപ്പായിട്ട് എടുക്കുമ്പോൾ ആണെങ്കിൽ മരുന്ന് കയറത്തില്ല ശരീരത്തിൽ. കയ്യിലൊക്കെ കുത്തി നോക്കുമ്പോൾ കയറത്തില്ല. കാലിൽ കുത്തി എടുത്തു. ആ ടൈമിലാണ് ഇവിടെ വീഡിയോ കോൾ വിളിച്ച് പ്രാർത്ഥിച്ച്, രാവിലത്തെ ജീസസ് ടൈം പ്രോഗ്രാമിൽ ആ ടൈമിൽ എല്ലാവരും പ്രാർത്ഥിച്ചു. അതിനുശേഷം ക്ഷീണമൊന്നുമില്ല. അടുത്ത് പോയി കീമോ ട്രിപ്പ് ഇട്ടപ്പോഴും ഒരു കുത്തേണ്ടി വന്നോളൂ. അപ്പോൾ തന്നെ മരുന്ന് കയറി, ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല. ഈ മോള് പറഞ്ഞത് വല്യമ്മയ്ക്ക് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മരുന്ന് കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ കീമോതെറാപ്പി ചെയ്യുന്നത് മൂലം ശരീരത്തിന് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ശേഷം മരുന്ന് ഈസിയായിട്ട് കയറുന്നുണ്ട്. മാത്രമല്ല ക്ഷീണം അല്പം പോലുമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ക്ഷീണമില്ലാതാക്കിയ കർത്താവ് അവരുടെ ആ രോഗത്തിൽ നിന്നുകൂടി വിടുതൽ നൽകട്ടെ. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കി. എല്ലാവരും കരങ്ങളടിച്ച് ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ.